ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് രാവിലെ കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞ് ധനുബേബിനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് അതിന് ശേഷം വേഗം ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ. കാരണം ഇനി അവളിപ്പോൾ ഉറങ്ങുന്നില്ല, നല്ല ചൂടുണ്ട്. അപ്പം ഇനി കുറച്ച് വൈകൂട്ടോ ഉറങ്ങാൻ. അപ്പോൾ വേഗം ഇവിടേക്കൊന്ന് അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അവൾ കളിക്കുകയാണെങ്കിൽ അവളിപ്പോൾ കട്ടുമ്പോൾ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അവൾ കളിക്കട്ടെ, ഇനി ഉറക്കം വരുമ്പോൾ ഞാനെടുത്ത് ഉറക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് തിരക്കായി, അവൾ വാശി പിടിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് ഉള്ള പണികൾ വേഗം ഒരുക്കി കേട്ടോ. ഒക്കെ ഇനി കഴിക്കാൻ കൊടുക്കണ്ടേന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ആ കട്ടിൻ്റെ മേലെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, മിനി വ്ലോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ആളിതാ കഴിക്കലൊക്കെ കഴിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട്. അപ്പോൾ അവളുടെ ബൊമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുത്തിട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അവളെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോസ് എന്താവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നിതാ അവൾ വാവാവ് കാട്ടുന്നുണ്ട്. ആൾ ഇടയ്ക്കൊരു സ്വഭാവം ഇങ്ങനെ ഇളകിയുണ്ടല്ലോ, പിന്നെ നമ്മളാരും ഇവിടെ നിൽക്കില്ല കേട്ടോ. ആൾ ഭയങ്കര കച്ചറയിരിക്കും. അപ്പോൾ അപ്പോഴത്തേന് വേഗം കുറച്ച് കറിയൊക്കെ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് പുളിയുള്ളൂ കേട്ടോ, പുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ ആദ്യം മേടിച്ചിട്ട് വേണം. അപ്പോൾ രാവിലെ തേങ്ങയും മുരിങ്ങക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കുക്കറിലാക്കി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങ പൊളിച്ചിട്ട് ചിരവണം. ഇന്നിപ്പോൾ തേങ്ങ വറുത്തൊക്കെ അരച്ചിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ രാവിലെ പച്ചമുളക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാം അവിടെ മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കടയിൽ നിന്നൊക്കെയാണ് കേട്ടോ ഒരു തേങ്ങയൊക്കെ മേടിച്ചത്. അല്ലാതെ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. തേങ്ങയൊന്നും കിട്ടാനില്ല. ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. കടയിൽ പോലും ചോദിച്ചാൽ അപ്പോൾ തേങ്ങ ഇല്ല എന്ന് പറയുന്നതൊക്കെ റേഷനൊക്കെ പോയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ തേങ്ങയൊക്കെ മുറിച്ച് ഞാൻ വെള്ളമൊക്കെ കുടിച്ചു. ശകലം മധുരമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ലൈവിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്കും നമ്മുടെ ഫാമിലിയിലേക്കും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്ന പോലെയൊക്കെ എല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്ന് കാണുന്നുണ്ട് നമ്മുടെ ചാനൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ ആ തേങ്ങയും ചെറിയുള്ളിയൊക്കെ വറുത്ത് അരച്ച് നുള്ള ജീരകമൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ വറുത്ത് അരച്ച് ഒക്കെ കറിയൊക്കെ ആവാനായപ്പോഴാണ് രാജേട്ടൻ വന്നത് കേട്ടോ. രാജേട്ടൻ വന്നപ്പോൾ ഇനി കോഴിമുട്ട ഇല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഒരു കോഴിമുട്ടയൊക്കെ തപ്പി എടുത്തിട്ടുണ്ട് ആൾ. അപ്പോൾ കോഴിമുട്ട പൊരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതാ കോഴിമുട്ടയ്ക്ക് ചെറിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവോളയൊക്കെ അരിഞ്ഞിട്ടൊക്കെയാണ് വെക്കാറൊക്കെ കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ചെറിയ ഉള്ളിയല്ലേ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് രാജേട്ടന് ഇതാ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് സാമ്പാറും അതേപോലെ ഇന്ന് മുട്ട പൊരിച്ചതന്നെ ഉള്ളൂ കേട്ടോ. ഒന്നും ഉപ്പേരിയൊന്നുമില്ല. അപ്പോൾ ജീവിതമൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടേലേ. ഇന്നിപ്പോൾ നമുക്ക് കുശാലൊക്കെ ഉണ്ടായിട്ട് നടക്കുമോ. അപ്പോൾ അങ്ങനെ ഇതാ സാമ്പാറും മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി രാജേട്ടന് ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട്. അപ്പോൾ തലേ ദിവസത്തെ മീൻ പൊരിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ, ഉണക്ക മീൻ പൊരിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. വേഗം ഞാനത് ചൂടാക്കിയിട്ട് 2 ഉണ്ടായിരുന്നു, അത് ഞാനും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.